നമസ്കാരം. ഓല അവരുടെ സെക്കൻഡ് ജനറേഷൻ പ്ലാറ്റ്ഫോം നിരത്തിലിറക്കിയിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ്. വമ്പിച്ച സെയിൽസുകളാണ് ഓലയ്ക്ക് സെക്കൻഡ് ജനറേഷൻ പ്ലാറ്റ്ഫോമിലൂടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. ഏകദേശം 26% പെർഫോമൻസ് ബൂസ്റ്റും അതുപോലെ തന്നെ 22.5% കോസ്റ്റ് കുറയ്ക്കുവാനും സെക്കൻഡ് ജനറേഷൻ സാധിച്ചു. ഓല ഇതുകൊണ്ടൊന്നും നിർത്തിയില്ല. ഇത് അവരുടെ ജനറേഷൻ 3 പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. പെർഫോമൻസിലായാലും കോസ്റ്റിലായാലും വൻ ഇംപ്രൂവ്മെന്റ് വരുത്തിയാണ് തേർഡ് ജനറേഷന്റെ വരവ്. കേരള EVയിലൂടെ ഓലയുടെ തേർഡ് ജനറേഷൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഓലയുടെ ജനറേഷൻ 3 പ്ലാറ്റ്ഫോമിൽ മോട്ടോർ, ബാറ്ററി അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് കൺട്രോൾ പാർട്സ് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് ഒറ്റ ബ്ലോക്കാക്കിയാണ് ഓല ഇറക്കുന്നത്. ഇതിന്റെ ഫ്രണ്ടിലെയും ബാക്കിലെയും സബ് അസംബ്ലി ഈ ബ്ലോക്കിനോട് ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ മാറ്റിയപ്പോൾ ഓലയ്ക്ക് ബാറ്ററിയും മോട്ടോർ കൺട്രോൾസും ഉൾപ്പെടുന്ന ഒരു ഫുൾ ചേസിസ് സ്ട്രക്ചർ തന്നെയാണ് ജനറേഷൻ 3 പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിച്ചത്. ഈ ഒരു സ്ട്രക്ചറിന്റെ പ്ലസ് പോയിന്റ് എന്തെന്നാൽ ഏത് ടൈപ്പ് സ്കൂട്ടറും അത് കമ്മ്യൂട്ടർ ടൈപ്പോ സ്പോർട്സ് ടൈപ്പോ ടൂറർ ടൈപ്പോ ആയാലും ഈ പ്ലാറ്റ്ഫോമിലൂടെ വികസിച്ചെടുക്കാൻ ഓലയ്ക്ക് സാധിക്കുമെന്നാണ് അവരുടെ പക്ഷം. ഓലയുടെ ജനറേഷൻ 3 ബാറ്ററി പാക്കിനെ പറ്റി എടുത്തു പറയേണ്ട ഒന്നാണ്. ഓല അവരുടെ ജിഗാ ഫാക്ടറിയിൽ ഡെവലപ്പ് ചെയ്ത പുതിയ ബാറ്ററി പാക്കായ ഭാരത് സെൽ 4680 ആണ് ജനറേഷൻ 3 പ്ലാറ്റ്ഫോമിൽ നൽകിയിട്ടുള്ളത്. ഭാരത് സെൽ 4680ക്ക് മുൻപത്തെ 2170 എന്ന ജനറേഷൻ 2 ബാറ്ററി പാക്കിനേക്കാളും 10% ഡെൻസറും ഡയമീറ്ററും കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ ജനറേഷൻ 3 ബാറ്ററി പാക്കിന് ജെൻ 2വിനേക്കാളും എഫിഷ്യൻസിയും ചാർജിംഗ് ടൈമും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജെൻ 2വിനേക്കാളും റേഞ്ച് കൂടുതൽ ലഭിക്കുന്നതാണ് ജെൻ 3ക്ക്. മോട്ടോറിലേക്ക് വരുമ്പോൾ ജെൻ 3ക്ക് മാഗ്നറ്റിക് ലെസ് മോട്ടോർ ആണ് വരുന്നത്. മാഗ്നറ്റ് ഇല്ലാത്ത മോട്ടോറോ എന്ന സംശയം എല്ലാവർക്കും കാണുമല്ലേ. എന്നാൽ ഓല ജെൻ 3യിൽ പെർമനന്റ് മാഗ്നറ്റിന് പകരം മാഗ്നറ്റൈസ്ഡ് ഇലക്ട്രിക് കോയിൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് കൺട്രോൾ കമ്പോണന്റ്സ് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് ഒറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് മോട്ടോർ വരുന്നത്. അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് ആയ വയറിംഗ് ഒക്കെ ഒഴിവാക്കാൻ ഓലയ്ക്ക് സാധിച്ചു. ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്ത ജനറേഷൻ 3ക്ക് കൂടുതൽ ടോർക്കും എഫിഷ്യൻസിയും കൊണ്ടുവരാനായി ഓലയ്ക്ക് സാധിച്ചു എന്നാണ് കമ്പനിയുടെ അവകാശവാദം. ഇലക്ട്രോണിക്സിൽ വലിയൊരു മാറ്റമാണ് ജനറേഷൻ 3യിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സെക്കൻഡ് ജനറേഷനിൽ 4 ECU ആണ് ഉള്ളതെങ്കിൽ ജനറേഷൻ 3യിൽ എല്ലാ കോർ ഫംഗ്ഷനും, അതായത് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം, മോട്ടോർ കൺട്രോൾ യൂണിറ്റ് ഇതുപോലെയുള്ള എല്ലാ ഫംഗ്ഷനും ഉൾപ്പെടുന്ന ഒരു ഹൈ പെർഫോമൻസ് മൾട്ടി കോർ പ്രോസസ്സറാണ് കൺട്രോൾ യൂണിറ്റ്. ജനറേഷൻ 2വിനെ അപേക്ഷിച്ച് ജനറേഷൻ 3യിൽ വളരെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കോസ്റ്റിലായാലും പെർഫോമൻസിലായാലും. എന്നാൽ സെക്കൻഡ് ജനറേഷന്റെ വളരെയധികം പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നതെന്ന് അറിയാലോ. തേർഡ് ജനറേഷന്റെ വരവോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഓലയ്ക്ക് സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.